ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേത് ഗുരുതര ചികിത്സാ പിഴവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. എന്നാൽ സൗജന്യ ചികിത്സ നൽകുന്ന എല്ലാ ആശുപത്രികളിലും വീഴ്ച സംഭവിച്ചെന്ന രീതിയിൽ ക്യാമ്പയിൻ നടത്തരുതെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായി തന്നെ സർക്കാർ കാണുള്ളൂ. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും, മുഖം നോക്കാതെയുള്ള നടപടികൾ ഉണ്ടാകും. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇത് സംബന്ധിച്ചില്ല, ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള എനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയുമാണ് ഉള്ളത്. അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അർച്ചന, കഴിഞ്ഞ ദിവസമാണ് ഈ മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ, അവിടുത്തെ ജീവനക്കാരുടെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ എല്ലാം വിശദമായ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. സൂപ്രണ്ട് മുതൽ ഉള്ള ആളുകൾ, പ്രിൻസിപ്പൽ വരെയുള്ള ആളുകൾ, ഡെപ്യൂട്ടി സൂപ്രണ്ട് മുതൽ പ്രിൻസിപ്പൽ വരെയുള്ള ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ മന്ത്രി ഈ വിധത്തിൽ ഗുരുതരമായ പിഴവാണെന്ന് തുറന്നു പറയുന്നത് ഇപ്പോഴാണ്. വൈകിയെങ്കിൽ പോലും മന്ത്രിക്ക് ആ തോന്നലുണ്ടായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ എതിർ ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും സംഭവിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുകയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നത്. അതേ, പിന്നിൽ അല്പസമയം മുമ്പാണ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. നമുക്കറിയാം, പിന്നിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു യോഗവും ഉണ്ടായിരുന്നു. മന്ത്രിയും ആശുപത്രി അധികൃതരും തമ്മിലുള്ള ഒരു യോഗവും ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ആശുപത്രി അധികൃതർ അല്ലെങ്കിൽ ചികിത്സാ പിഴവ് ഉള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത്. തെറ്റിനെ തെറ്റായി തന്നെ കാണും, ഇനി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വാദമാണ് ഇപ്പോൾ മന്ത്രി അറിയിക്കുന്നതും. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ 6ാം വിരൽ സംബന്ധമായ ഒരു ശസ്ത്രക്രിയയിൽ അതിന് പകരമായി നാവിന് ശസ്ത്രക്രിയ നടത്തിയ ഒരു സംഭവം അടക്കം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഇപ്പം മന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇത് തന്നെയാണ് അവസ്ഥ, അല്ലെങ്കിൽ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന തരത്തിലുള്ള വാദങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഒരിക്കലും ഒരാളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. പൊതുമധ്യത്തിൽ അങ്ങനെയുള്ള ഒരു പ്രചരണങ്ങളെ ഉണ്ടാവാൻ പാടില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രചരണം വലിയ തെറ്റാണ്. അത്തരത്തിൽ വലിയൊരു തെറ്റിലേക്ക് നമ്മൾ പോകരുത് എന്ന് മന്ത്രി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ആശുപത്രി അധികൃതരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മന്ത്രി അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതും. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. പൊതുവായിട്ടുള്ള ക്യാമ്പയിൻ, സൗജന്യ ചികിത്സ നൽകുന്ന എല്ലായിടത്തും വീഴ്ച നടത്തിയെന്ന രീതിയിൽ ക്യാമ്പയിൻ നടത്തരുതെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. പക്ഷേ സൗജന്യ ചികിത്സ ഗുരുതരമായ പിഴവുകൾ ആവർത്തിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് മന്ത്രി കാരണമായി കാണരുത് എന്ന് മന്ത്രി തൻ്റെ വകുപ്പിലുള്ള ആളുകൾ ഓർമ്മിപ്പിക്കണം എന്നുകൂടി പറയുകയാണ്.